ലേക്ക് പോവാം. Operators on complex vector spaces. Definition. Suppose T belongs to L of V and lambda is an eigenvalue of T. A vector V belongs to V is called a generalized eigenvector of T corresponding to lambda if T minus lambda I the whole raised to J of V equal to 0 for some positive integer J. ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ലാംഡ എന്ന് പറയുന്ന ഒരു ഐഗൻ വാല്യൂ ഉണ്ട്. ഒരു വെക്റ്റർ വി അതിനെ ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ എന്ന് പറയണമെങ്കിൽ കറസ്പോണ്ടിങ് ടു ലാംഡ ഇഫ് ടി മൈനസ് ലാംഡ ഇത് ഹോൾസ് ടു ജെ ഓഫ് വി ഈക്വൽ ടു 0. അപ്പം നമ്മുടെ ഐഗൻ വെക്റ്റർ എന്ന് പറയണമെങ്കിൽ ടി മൈനസ് ലാംഡ ഐ ഓഫ് വി ഈക്വൽ ടു 0 എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അതായത് ടി വി ഈക്വൽ ടു ലാംഡ വി എന്ന് പറയുന്നത്. ഇവിടെ ഹോൾസ് ടു ജെ ഓഫ് വി ഈക്വൽ ടു 0 ആയാൽ മതി ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ ജെ. നോട്ട് എവരി ഐഗൻ വെക്റ്റർ ഓഫ് ടി ഈസ് എ ജനറലൈസ്ഡ് ഐഗൻ വെക്റ്റർ ഓഫ് ടി. അപ്പോൾ ഐഗൻ വെക്ടേഴ്സ് എല്ലാം ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഇക്വേഷൻ 1 ജെ ഈക്വൽ ടു 1 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഐഗൻ വെക്ടറിൻ്റെ ആ ഒരു കണ്ടീഷൻ കിട്ടും. പക്ഷേ തിരിച്ചുള്ളത് ട്രൂ ആവണമെന്നില്ല. താഴെ പറയുന്ന എക്സാമ്പിൾ നോട്ടിൻ്റെ എക്സാമ്പിൾ അല്ല, നമ്മുടെ ഡെഫിനിഷൻ്റെ എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് C2 ഈസ് ഡിഫൈൻഡ് ബൈ ടി ഓഫ് Z1 Z2 Z3 ഈസ് ഈക്വൽ ടു Z2 0 Z3. ഇങ്ങനൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുകയാണ്. ദെൻ ടി സ്ക്വയർ Z1 Z2 0 നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 0 0 ആയിരിക്കും കിട്ടുക. ഫോർ ഓൾ Z1 Z2 ബിലോങ്സ് ടു സി. അതെങ്ങനെ കിട്ടുന്നത്? ടി എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും? ടി ഓഫ് Z1 Z2 Z3 ഈസ് ഈക്വൽ ടു, അതായത് സെക്കൻഡ് കോർഡിനേറ്റിനെ ആദ്യം എഴുതുക, അതായത് Z2 കോമ സെക്കൻഡ് കോർഡിനേറ്റ് 0 കൊടുക്കുക, മൂന്നാമത്തെ കോർഡിനേറ്റിന് മാറ്റമില്ല. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ടി ഇതിനകത്ത് Z2 0 Z3 ഒന്നുകൂടെ ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും മൊത്തം നമുക്ക് കിട്ടുന്നത്. ഫോർ ഓൾ Z1 Z2 ബിലോങ്സ് ടു സി. ഹെൻസ് എവരി എലമെൻറ്റ് ഓഫ് C3 ഹൂസ് ലാസ്റ്റ് കോർഡിനേറ്റ് ഈക്വൽ 0 ഇസ് എ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ഓഫ് ടി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് ടി സ്ക്വയർ ഓഫ് ഈ ലാസ്റ്റ് കോർഡിനേറ്റ് 0 വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന 0 കിട്ടുള്ളൂ. അതെപ്പോഴും 0 ആയിരിക്കണം, മസ്റ്റാണ്. കാരണം Z3ക്ക് മാറ്റമില്ലാതെ വരുന്നത്. അപ്പോൾ അവിടെ 0 വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇമേജിനകത്തിലും മൂന്നാമത്തെ കോർഡിനേറ്റ് 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ ഓഫ് ഈ വെക്ടർ ഈക്വൽ ടു നമുക്ക് 0 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്നാണ്. കറസ്പോണ്ടിങ് ടു ഏത് ഐഗൻ വാല്യൂ എന്ന് പറയും? 0. അതായത് ടി സ്ക്വയർ മൈനസ് 0i ഓഫ് വെക്ടറായിട്ട് Z1 Z2 0 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 0i. ടി സ്ക്വയർ മൈനസ് 0i എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ഓഫ് ഈ വെക്ടർ തന്നെയല്ലേ. അപ്പം ഐഗൻ വാല്യൂ 0 ആകുമ്പോഴാണ് നമ്മൾ ടി സ്ക്വയർ ഓഫ് ആ വെക്ടർ എഴുതുന്നത്. അതീക്വൽ ടു നമുക്ക് 0 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനറലൈസ്ഡ് ഐഗൻ വെക്ടറാണ്. കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ 0 ആണ്. വി ക്യാൻ റൈറ്റ് C3നെ നമുക്ക് ഇങ്ങനെ എഴുതാം. Z1 Z2 0 അതിൻ്റെ ഡയറക്റ്റ് സം 0 0 Z3 അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡയറക്റ്റ് സം ആയിട്ട് എഴുതുക. ആദ്യത്തെ സെറ്റ് എ, രണ്ടാമത്തത് ബി ആണ്. വി നോ ദാറ്റ് ഫോർ ഇനി Z1 Z2 Z3 ബിലോങ്സ് ടു C3. C3ന്ന് ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് Z1 Z2 Z3നെ Z1 Z2 0 പ്ലസ് 0 0 Z3 എന്ന് എഴുതാമല്ലോ. ഓൾസോ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു 0 0 0 ആണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് സം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് C3 എന്ന് പറയുന്ന ആ സെറ്റിനെ എൻ്റെയും ബീൻ്റെയും C3 എന്ന് പറയുന്ന വെക്ടർ സ്പേസിനെ എ ബി ഈ രണ്ടും സബ് സ്പേസസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ എയുടെയും ബിയുടെയും ഡയറക്റ്റ് സമായിട്ട് എഴുതണമെങ്കിൽ സബ് സ്പേസസ് ആണ് ഡയറക്റ്റ് സമായിട്ട് എഴുതണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ തിയറത്തിൽ നിന്ന് കിട്ടിയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C3യിലെ ഏതൊരു എലമെൻറ്റിനെയും ഒരു ട്രിപ്ലറ്റ് ആണല്ലോ C3യിലെ എലമെൻറ്റ്സ്. ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും എലമെൻസിൻ്റെ സമ്മായിട്ട് എഴുതാൻ കഴിയണം. പിന്നെ ഒന്നുള്ളത് ഈ രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനിലായിട്ട് നമുക്ക് 0 മാത്രമേ വരാൻ പാടുള്ളൂ. ദ സബ് സ്പേസ് എ ഈസ് ദ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് ഫോർ ദി ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ 0 ആൻഡ് ദി സെക്കൻഡ് സബ് സ്പേസ് ബി ഈക്വൽസ് ദ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദി ഐഗൻ വാല്യൂ 1. സബ് സ്പേസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ 0 ആണ്. രണ്ടാമത്തത് ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ 1. അത് ഞാനതിവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടി ഓഫ് 0 0 Z3 കണ്ടുപിടിച്ച് നമുക്ക് 0 0 Z3 തന്നെ വരും. അതിനെ ഇങ്ങനെ എഴുതാമല്ലോ, ടി മൈനസ് ഐ ഓഫ് 0 0 Z3 എന്ന് എഴുതാം ഈക്വൽ ടു 0 0 0. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ജെ ഈക്വൽ ടു 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ 1 ആണെന്ന് കിട്ടി. അടുത്ത പ്രൊപ്പോസിഷൻ 8.5 ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി ആൻഡ് എം ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് നൾ ടി റേസ് ടു എം ഈസ് ഈക്വൽ ടു നൾ ടി റേസ് ടു എം പ്ലസ് 1 ദെൻ
null t raised to 0 subset of null t raised to 1 subset to etc subset null t raised to m equal to null t raised to m plus 1 equal to null t raised to m plus 2 equal to etc. ഇപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു, എം എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എടുക്കുന്നു, സച്ച് ദാറ്റ് null t raised to m equal to null t raised to m plus 1 ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. null t raised to 0 സബ്സെറ്റ് null t raised to 1 സബ്സെറ്റ് എക്സെട്ര സബ്സെറ്റ് null t raised to m equal to null t raised to m plus 1. അവിടെ തൊട്ട് അങ്ങോട്ടെല്ലാം ഈക്വൽ ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യണം. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ആൻഡ് എം ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് null t raised to m equal to null t raised to m plus 1. Okay, let k be a positive integer. We want to prove that null t raised to m plus k equal to null t raised to m plus k plus 1 എന്ന് നമുക്ക് കാണിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് null t raised to m plus k സബ്സെറ്റ് ഓഫ് null t raised to m plus k plus 1 എന്നാണ് നമ്മൾ ആദ്യമേ കാണിക്കുന്നത്. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി ആൻഡ് k ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. ടി ലീനിയർ ഓപ്പറേറ്റർ എടുത്തു, k എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എടുത്തു. ഇഫ് ടി റേസ് ടു കെ ഈക്വൽ ടി റേസ് ടു കെ ഓഫ് വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന വി എവിടെ നിന്നാണ്? നൾ സ്പേസ് ഓഫ് ടി റേസ് ടു കെ എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ടി റേസ് ടു കെ ഓഫ് വി 0 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ടി റേസ് ടു കെ പ്ലസ് 1 ഓഫ് വി ഈക്വൽ ടു ടി ഓഫ് ടി റേസ് ടു കെ വി ഈക്വൽ ടു ടി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വി എവിടെ വന്നു? നൾ ടി റേസ് ടു കെ പ്ലസ് 1 വന്നു. അതായത് ദസ് നൾ ടി റേസ് ടു കെ സബ്സെറ്റ് ഓഫ് നൾ ടി റേസ് ടു കെ പ്ലസ് 1. ഇൻ അതർ വേർഡ്സ് വി ഹാവ്, ഇപ്പോൾ ഈ കെയ്ക്ക് പല പല വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൾ ടി റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ നൾ സ്പേസിനകത്തിൽ ആ 0 മാത്രമേ ഉള്ളൂ. കാരണം 0നെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു, ബാക്കിയൊന്നിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ കെയ്ക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് 0 ഈക്വൽ ടു നൾ ടി റേസ് ടു 0 സബ്സെറ്റ് നൾ ടി റേസ് ടു 1 സബ്സെറ്റ് എക്സെട്ര ഇങ്ങനെ പോയി നൾ ടി റേസ് ടു കെ സബ്സെറ്റ് നൾ ടി റേസ് ടു കെ പ്ലസ് 1 സബ്സെറ്റ് എക്സെട്ര. Therefore null t raised to m plus k subset null t raised to m plus k plus 1. ഇങ്ങനെ നമുക്ക് എഴുതാം. ടു പ്രൂവ് ദ ഇൻക്ലൂഷൻ ഇൻ ദി അതർ ഡയറക്ഷൻ, തിരിച്ചുള്ള കാണിക്കാൻ വേണ്ടി സപ്പോസ് വി ബിലോങ്സ് ടു null t raised to m plus k plus 1 then 0 equal to t raised to m plus k plus 1 v equal to t raised to m plus 1 of t raised to k v. Hence അപ്പോൾ ടി റേസ് ടു കെ വി എവിടെ വരുന്നുണ്ട്? നൾ ടി റേസ് ടു എം പ്ലസ് 1 ഈക്വൽ ടു നൾ ടി റേസ് ടു എം എന്ന് തന്നിട്ടുണ്ട്. ദസ് 0 ഈക്വൽ ടു ടി റേസ് ടു എം ഓഫ് ടി റേസ് ടു കെ വി, കാരണം ടി റേസ് ടു കെ വി എവിടെ വരുന്നുണ്ട്? നൾ ടി റേസ് ടു എമ്മിനകത്ത് വരുന്നുണ്ട്. ഈക്വൽ ടു റേസ് ടു എം പ്ലസ് കെ വി ഇംപ്ലൈസ് വി എവിടെ വരുന്നുണ്ട്? നൾ ടി റേസ് ടു എം പ്ലസ് കെയ്ക്കകത്ത് വരുന്നുണ്ട്. ഇംപ്ലൈസ് നമ്മൾ വി എവിടെ നിന്നായിരുന്നു എടുത്തത്? നൾ ടി റേസ് ടു എം പ്ലസ് കെ പ്ലസ് 1 നിന്നായിരുന്നു. അപ്പോൾ സബ്സെറ്റായി. ദാറ്റ്സ് ദി പ്രൂഫ്. അടുത്തത് പ്രൊപ്പോസിഷൻ 8.6. ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ദെൻ നൾ ടി റേസ് ടു ഡയമെൻഷൻ വി ഈക്വൽ ടു നൾ ടി റേസ് ടു ഡയമെൻഷൻ വി പ്ലസ് 1 ഈക്വൽ ടു നൾ ടി റേസ് ടു ഡയമെൻഷൻ വി പ്ലസ് 2 എക്സെട്ര. അതായത് ടി റേസ് ടു ഡയമെൻഷൻ വി, ആ ഡയമെൻഷൻ വി വരെ പവർ എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള അതിൻ്റെ നൾ സ്പേസിനോട് ബാക്കിയെല്ലാം ഈക്വലായിട്ട് വരുന്നതാണ്. സപ്പോസ് ടി റേസ് ടു L of v, here we need only prove that null t raised to dimension v equal to null t raised to dimension v plus 1 എന്ന് കാണിച്ചാൽ മതി. അതിനുശേഷം വരുന്നതല്ല ഇതിനോട് ഈക്വൽ ആവുമെന്ന് നമുക്ക് 8.5 മനസ്സിലാവും. സപ്പോസ് ദിസ് ഈസ് നോട്ട് ട്രൂ, അങ്ങനെയാണെങ്കിൽ ദെൻ ബൈ 8.5 വി ഹാവ് ഇങ്ങനെ എഴുതാം. അതിനകത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടു 0 സബ്സെറ്റ് null t raised to 0 പ്രോപ്പർ സബ്സെറ്റാണ്. ഈക്വൽ ആയിട്ട് ആ സിമ്പിൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അത് ഈക്വൽ ആവാനുള്ള സാധ്യത ഇല്ല എന്നാണ്. പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ നൾ ടി റേസ് ടു 1 അങ്ങനെ പോയിട്ട് നൾ ടി റേസ് ടു ഡയമെൻഷൻ ബി വരെ വന്നു. സബ്സെറ്റ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ നൾ ടി റേസ് ടു ഡയമെൻഷൻ ബി പ്ലസ് 1 വരെ വന്നിട്ടുണ്ട്. വേറെ സിമ്പിൾ, ആ സിമ്പിൾ മീൻസ് കണ്ടെയ്ൻഡ് ഇൻ ബട്ട് നോട്ട് ഈക്വൽ ടു. അറ്റ് ഈച്ച് ഓഫ് ദി സ്ട്രിക്റ്റ് ഇൻക്ലൂഷൻസ് ഇൻ ദി ചെയിൻ എബോവ് ദ ഡയമെൻഷൻ മസ്റ്റ് ഇൻക്രീസ് ബൈ അറ്റ്ലീസ്റ്റ് 1. അപ്പോൾ ഈ പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നിൻ്റെ ഡയമെൻഷനേക്കാളും ആ പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുന്നതിൻ്റെ ഡയമെൻഷൻ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും കൂടി വരണം. ഇല്ലെങ്കിൽ ഇത് രണ്ടും ഈക്വലായി പോകും. കാരണം സബ്സെറ്റാണ്, ഡയമെൻഷൻ സെയിം ആണെങ്കിൽ രണ്ടും ഈക്വൽ ആവും. അപ്പോൾ ദസ് ഡയമെൻഷൻ ടി റേസ് ടു ഡയമെൻഷൻ വി പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ വി പ്ലസ് 1. അപ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഡയമെൻഷൻ ഏറ്റവും ലാസ്റ്റ് എഴുതിയിരിക്കുന്നതിൻ്റെ ഡയമെൻഷനിൽ തൊട്ട് മുമ്പുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ വി ആണ് അതിൻ്റെ ഡയമെൻഷൻ എന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ നൾ ടി റേസ് ടു ഡയമെൻഷൻ ബി എന്ന് പറയുന്നത് ശരിക്കും നമുക്കവിടെ കിട്ടുന്നത് വി തന്നെയാണെന്നുള്ള, ഡയമെൻഷൻ വി തന്നെയാണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്നുള്ള ഒരു
ഇതെടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡയമെൻഷൻ ബി പ്ലസ് 1 ഒന്നെങ്കിലും കൂടി ഇരിക്കണമല്ലോ. കോൺട്രഡിക്ഷൻ ബിക്കോസ് ഇപ്പോൾ എന്ത് കിട്ടി, ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. കാരണം ഈ നൾ സ്പേസ് എന്ന് പറയുന്നത് എത്ര എടുത്തു കഴിഞ്ഞാൽ, എത്ര ടിയുടെ എത്ര പവർ എടുത്തു കഴിഞ്ഞാലും നൾ സ്പേസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി ആണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് വിയുടെ ഡയമെൻഷനേക്കാൾ ഒന്ന് കൂടുതലാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ ബിക്കോസ് എ സബ് സ്പേസ് ഓഫ് വി കനോട്ട് ഹാവ് എ ലാർജർ ഡയമെൻഷൻ ദാൻ ഡയമെൻഷൻ ബി. ഡയമെൻഷൻ വിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ. 8.7 corollary. Suppose T belongs to L of V and lambda is an eigenvalue of T. Then the set of generalized eigenvectors of T corresponding to lambda equals null T minus lambda the whole is to dimension V. T എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ എടുത്ത് ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ എടുക്കുന്നു. സെറ്റ് ഓഫ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ടി കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറയുന്നത് ഈ നൾ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ഡയമെൻഷൻ ബി ആണ്. പ്രൂഫ് നോക്കാം. ഇഫ് വി ബിലോങ്സ് ടു null t minus lambda is the whole raised to dimension v, then clearly v is a generalized eigenvector of t corresponding to lambda. v ഇപ്പം നമുക്ക് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ, ലാംഡ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറഞ്ഞാൽ ഈ നൾ സ്പേസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. V belongs to null t minus lambda the whole raised to dimension b എടുക്കുന്നു. then clearly v is a generalized eigenvector of t corresponding to lambda. കാരണം എന്താ, ഇതിൻ്റെ നൾ സ്പേസിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t minus lambda i the whole raised to dimension b of small b equal to 0 എന്നല്ലേ. അപ്പോൾ അത് ഈ ജനറലൈസ്ഡ് ഐഗൻ വെക്ടറിൻ്റെ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എപ്പോഴും അത് ഇങ്ങനെ പെട്ടെന്ന് വരണം. നൾ സ്പേസിന് ഇതിൻ്റെ നൾ സ്പേസിനകത്തുണ്ടെങ്കിൽ അത് ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ആണെന്നുള്ള കാര്യം പിന്നീടൊരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അത് ഓർക്കണം. ബൈ ദ ഡെഫിനേഷൻ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് വി ബിലോങ്സ് ടു വി ഈസ് എ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ഓഫ് ടി കറസ്പോണ്ടിങ് ടു ലാംഡ. ദെൻ ദർ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ജെ സച്ച് ദാറ്റ് എന്തുണ്ടായിരിക്കും, വി ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ജെ ആണ്. ഓക്കെ. കാരണം അതിൻ്റെ ഡെഫിനേഷൻ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ജെ ഓഫ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതും ബി ബിലോങ്സ് ടു നൾ സ്പേസ് ഓഫ് ഇതെന്ന് പറയുന്നതും സെയിം ആണല്ലോ. അപ്പോൾ 8.5 8.6 നമുക്ക് മനസ്സിലാവും ഈ നൾ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ജെ സബ്സെറ്റ് ഓഫ് നൾ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ഡയമെൻഷൻ വി ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറംസിലെല്ലാം പഠിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ബിലോങ്സ് ടു നൾ ടി മൈനസ് ലാംഡ ഇത് ഹോൾ ഈസ് ടു ഡയമെൻഷൻ വി ആസ് ഡിസൈഡ്. ഹെസ് ദ പ്രൂഫ്. നെക്സ്റ്റ് നിൽപോട്ടൻ്റ് ഓപ്പറേറ്റർ ആണ്. ആൻ ഓപ്പറേറ്റർ ഇസ് കോൾഡ് നിൽപോട്ടൻ്റ് ഇഫ് സം പവർ ഓഫ് ഇറ്റ് ഈക്വൽസ് 0. For example, the operator n belongs to L of f raised to 4 defined by n of z1 z2 z3 z4 equal to z3 z4 0 0 is nilpotent because n square equal to 0. അപ്പോൾ ഒരു ഓപ്പറേറ്ററിനെ നിൽപോട്ടൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പവർ 0 ആയി കഴിഞ്ഞാൽ നമ്മളതിന് നിൽപോട്ടൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ n എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോക്കുക. നിങ്ങൾ അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ n സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. ഇതൊരു നിൽപോട്ടൻ്റ് ഓപ്പറേറ്ററിന് എക്സാമ്പിളാണ്. അടുത്തത് വേറെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ആണ്. അത് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ആണ്. പിന്നെ മാക്സിമം ഡിഗ്രിയും വരുന്ന പോളിനോമിയൽസിൻ്റെ സ്പേസ് ആണ് പി എം ഓഫ് ആർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് ഓപ്പറേറ്റർ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതിൽ ഡിഫൈൻ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നിൽപോട്ടൻ്റ് ആയിരിക്കും. കാരണം ഇതിനകത്തിൽ ഏതൊരു പോളിനോമിയൽ എടുത്താലും നമ്മളതിൻ്റെ m+1 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പം ആ ഡി ആണ് നമ്മുടെ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ എങ്കിൽ d⁻m+1 ഓഫ് എനി പോളിനോമിയൽ ഫ്രം പി എം ഓഫ് ആർ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ അതെന്താ, നിൽപോട്ടൻ്റ് ഓപ്പറേറ്റർ ആണല്ലോ. അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നോട്ട് ദാറ്റ് ഓൺ ദി സ്പേസ് ഓഫ് ഡയമെൻഷൻ m+1 we need to raise the nilpotent operator to the power m+1 to get 0. The next corollary shows that we never need to use a power higher than the dimension of the space. അപ്പോൾ ഇവിടെ പി എം ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ m+1 ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നിൽപോട്ടൻ്റ് ഓപ്പറേറ്ററിൻ്റെ m+1 പവർ എടുത്തപ്പോഴാണ് നമുക്ക് 0 കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത ഒരു റിസൾട്ട് കാണിക്കാൻ പോകുന്നത് ഇതാണ്. കൊറോളറി 8.8. സപ്പോസ് n ബിലോങ്സ് ടു L ഓഫ് ഈസ് നിൽപോട്ടൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും n റേസ് ടു ഡയമെൻഷൻ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഏത് പവർ എടുക്കുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഡയമെൻഷൻ ബി പവർ എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 0 ആയിരിക്കും. അതായത് ആദ്യം 0 ആവുന്നത് ഡയമെൻഷൻ ബി ആവണമെന്നില്ല. ഇതിലും ഒരു ചെറിയ പവറിൽ അതിന് 0 കിട്ടുന്നുണ്ടാവും. പക്ഷേ അത് നമുക്ക് അറിയത്തില്ലെങ്കിലും ഡയമെൻഷൻ ബി പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. പ്രൂഫ് നോക്കാം.
Because n is nilpotent, every vector in V is a generalized eigenvector corresponding to the eigenvalue 0. അപ്പം n എന്ന് പറയുന്നത് നിൽപൊട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും n റേസ് ടു ഒരു പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ആണ്, കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു പിന്നെ ഫ്രം 8.7 വി ഗെറ്റ് നൾ സ്പേസ്. അപ്പോൾ എല്ലാ വി, അതായത് വിയിലെ എല്ലാ വെക്ടർ സ്പേസിലെ എല്ലാം ഇവിടെ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെക്ടർ സ്പേസ് ഫുള്ള് ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സിൻ്റെ സെറ്റാണ്. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്, നൾ സ്പേസ് ഓഫ് n റേസ് ടു ഡയമെൻഷൻ വി ആണ് ആ ജനറലൈസ്ഡ് ഐഗൻ വെക്ടേഴ്സിൻ്റെ ആ ഒരു ഇതെന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. അപ്പോൾ നൾ n റേസ് ടു ഡയമെൻഷൻ വി എന്ന് പറയുന്നത് വി തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n റേസ് ടു ഡയമെൻഷൻ വി ഓഫ് എനി വെക്ടർ വി ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 0 കിട്ടും. ഓക്കെ, ആ ഒരു ലാസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആ ഒരു ഇതുകൂടെ എഴുതിയേക്കണേ. ദെയർഫോർ n റേസ് ടു ഡയമെൻഷൻ ബി ഈക്വൽ ടു 0 എന്നുകൂടെ എഴുതണം. സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്ന ആ കാര്യം കൂടെ നമ്മൾ ലാസ്റ്റ് എഴുതണം. ഞാനൊന്ന് വിട്ടുപോയതാണെന്ന് എഴുതിയേക്കണേ. 8.9 proposition. If t belongs to L of V, then range t raised to dimension v equal to range t raised to dimension v plus 1 equal to range t raised to dimension v plus 2 equal to etc. അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി എല്ലാം നൾ സ്പേസിൻ്റെ റിസൾട്ടുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ റേഞ്ചിൻ്റെ റിസൾട്ടുകളാണ്. സപ്പോസ് എം ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ബി. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ റേഞ്ച് ടി റേസ് ടു എം ഈക്വൽ ടു ഡയമെൻഷൻ ബി മൈനസ് ഡയമെൻഷൻ നൾ ടി റേസ് ടു എം. ഇത് കിട്ടുന്നത് റാങ്ക് നള്ളിറ്റി തിയറത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ 3.4 ഈക്വൽ ടു ഡയമെൻഷൻ ബി മൈനസ് ഡയമെൻഷൻ നൾ ടി റേസ് ടു ഡയമെൻഷൻ ബി. കാരണം എം ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ബി ആണ്. പിന്നെ ഡയമെൻഷൻ നൾ ടി റേസ് ടു ഡയമെൻഷൻ ബി മുതൽ അങ്ങോട്ടുള്ള എല്ലാം ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ബിക്ക് കൂടുതൽ പവറുള്ള എല്ലാം ഇതിനോട് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ ഡയമെൻഷൻ ബി ആയതുകൊണ്ട് നമുക്കതിന് പകരം ഡയമെൻഷൻ നൾ ടി റേസ് ഡയമെൻഷൻ ബി കൊടുക്കാം. ഈക്വൽ ആയിരിക്കും അത്. ഈക്വൽ ടു വീണ്ടും റാങ്ക് നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയമെൻഷൻ റേഞ്ച് ടി റേസ് ഡയമെൻഷൻ ബി ഇത് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 1. വേറെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഇക്വാലിറ്റീസ് കം ഫ്രം 3.4 ആൻഡ് ദ സെക്കൻഡ് ഇക്വാലിറ്റി കംസ് ഫ്രം 8.6. നെക്സ്റ്റ് വി വിൽ പ്രൂവ് ദാറ്റ് റേഞ്ച് ടി റേസ് ഡയമെൻഷൻ ബി സൂപ്പർ സെറ്റ് ഓഫ് റേഞ്ച് ടി റേസ് ടു എം. അടുത്തത് നമ്മൾ അതാണ് കാണിക്കാൻ പോകുന്നത്. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് എ ആൻഡ് കെ ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. ഇഫ് ഡബ്ല്യു ബിലോങ്സ് ടു റേഞ്ച് ടി റേസ് ടു കെ പ്ലസ് 1, then there exists a v belongs to v such with w equal to t raised to k plus 1 v ആവുന്ന രീതിയിൽ ഒരെണ്ണം ഉണ്ടാവുമല്ലോ. ഈക്വൽ ടു ടി റേസ് ടു കെ ഓഫ് ടി റേസ് ടു ടി വി ബിലോങ്സ് ടു എന്തെന്ന് കിട്ടി, റേഞ്ച് ടി റേസ് ടു കെ എന്ന് കിട്ടി. ദസ് റേഞ്ച് ടി റേസ് ടു കെ പ്ലസ് 1 എന്താണ്, സബ്സെറ്റ് ഓഫ് റേഞ്ച് ടി റേസ് ടു കെ ആണ്. ഇൻ അതർ വേർഡ്സ് വി ഹാവ് v ഈക്വൽ ടു റേഞ്ച് ടി റേസ് ടു 0 സൂപ്പർ സെറ്റ്. അതായത് റേഞ്ച് ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഐ ആണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. സൂപ്പർ സെറ്റ് റേഞ്ച് ടി റേസ് ടു 1. കെയിന് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇങ്ങനെ പവർ കൂടുന്തോറും ചെറുതായി വന്നുകൊണ്ടിരിക്കും. ദെയർഫോർ വി ഗെറ്റ് റേഞ്ച് ടി റേസ് ടു ഡയമെൻഷൻ വി സൂപ്പർ സെറ്റ് ഓഫ് റേഞ്ച് ടി റേസ് ടു എം ഫ്രം 1 and 2. 1ൽ നമ്മളെന്ത് കാണിച്ചു, രണ്ടിൻ്റെ ഈ പറഞ്ഞ രണ്ട് സെറ്റിൻ്റെയും ഡയമെൻഷൻ ഈക്വലാന്ന് കാണിച്ചു. ഇപ്പം പറഞ്ഞു രണ്ടും ഒന്നിൽ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പം സബ്സെറ്റാണ് ഡയമെൻഷൻ ഈക്വലും ആണെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. ഫ്രം 1 and 2 വി ഗെറ്റ് റേഞ്ച് ടി റേസ് ഡയമെൻഷൻ ഈക്വൽ റേഞ്ച് ടി റേസ് ടു എം.